ഇന്നലെ ഒരു ഹോംവർക്ക് തന്നിരുന്നു, അത് ചെയ്യാം. ഇന്നത്തെ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ: എ പാർട്ടിക്കിൾ ഓഫ് മാസ് m is moving in an attractive potential attractive inverse square force field F equal to minus kx square is projected along x-axis is projected along x-axis is projected along x-axis with a velocity v naught find v of x, velocity of the particle with respect to x. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഒരു ബോഡി അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ആ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി വി നോട്ട് എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഈ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. ഈ മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ഫീൽഡ് ആണ്. അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും മൈനസ് കെ എക്സ് സ്ക്വയർ. ഈ മൈനസ് റെപ്രസെന്റ് ചെയ്യുക അത് ഒപ്പോസിംഗ് ഫോഴ്സ് ആണെന്നാണ്. കെ എക്സ് സ്ക്വയർ, കെ ബൈ എക്സ് സ്ക്വയർ. ഇതാണ് ഡയഗ്രാം. ഒരു ബോഡി അത് എക്സ് ആക്സിസിൽ പ്രൊജക്ട് ചെയ്യുന്നു വിത്ത് വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി വി നോട്ട്. ആ ബോഡി മൂവ് ചെയ്യുന്നത് ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ഫീൽഡ് ഉള്ള മീഡിയത്തിലൂടെയാണെന്ന് പറയുന്നുണ്ട്. ദെൻ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു മൈനസ് കെ ബൈ എക്സ് സ്ക്വയർ. ഈ മൈനസ് റെപ്രസെന്റ് ചെയ്യുക അത് റിപ്പൽസീവ് ഫോഴ്സ് ആണെന്നാണ്. ദെൻ ബോഡി മൂവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ ഫോഴ്സ് ആക്ട് ചെയ്യുക, കെ ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, ഇന്നലെ ഹോംവർക്ക് ചെയ്തിട്ട് അയച്ചു തന്നവരിലെ തെറ്റ് ഞാൻ പറയാം. ഒന്ന് അയച്ചു തന്നത് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ കാണിക്കുന്നുണ്ട്. ഈ പ്രൊജക്ഷൻ എവിടുന്ന് ഒന്നും അറിയില്ല. ഈ പ്രൊജക്ഷൻ ഒന്നും ഇവിടെ പറയുന്നില്ല. വെറുതെ ഒരു ബോഡി എക്സ് ആക്സിസ്, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഒരു ആംഗിൾ തീറ്റ പ്രൊജക്ഷൻ ഒന്നും ഇവിടെ പറയുന്നില്ലല്ലോ. എക്സ് ആക്സിസിൽ പ്രൊജക്ട് ചെയ്യുന്നു, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ബോഡി മൂവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു തെറ്റ്, കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടുണ്ട്. അതായത് ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഡ്യൂ ടു ഹൈറ്റ് ആണ്. ഡ്യൂ ടു ഹൈറ്റ്, പൊട്ടൻഷ്യൽ എനർജി ഇസ് ഡ്യൂ ടു ഹൈറ്റ്. ഇവിടെ അങ്ങനെ ഒരു ഹൈറ്റ് ഇല്ല. ഇവിടെ ബോഡി മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. എല്ലാ പോയിന്റിലും ഹൈറ്റ് സെയിം ആണ്, ഈ ഹൈറ്റ് ഉണ്ടെങ്കിൽ. സോ കൈനറ്റിക് ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. Then ഇനിയിപ്പം ചെയ്താൽ മതിയല്ലോ. എഫ് നെറ്റ് ഈക്വൽ ടു മൈനസ് കെ ബൈ എക്സ് സ്ക്വയർ. ഇവിടെ വി ഓഫ് എക്സ് ആണ് കണ്ടെത്തേണ്ടത്. ദെൻ എം വി ഡി വി ബൈ ഡി എക്സ് എടുക്കണം.
equal to minus k by x square. Then integrate ചെയ്യുക m integral v d. ആദ്യം വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യുക. v dv equal to minus k by m into 1 by x square dx. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക. v dv integral v dv equal to minus k by m integral 1 by x square dx. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് v0. നമുക്കൊരു ആർബിട്രറി വെലോസിറ്റി v വരെയാണ് ചെയ്യേണ്ടത്. v of x അല്ലേ കണ്ടെത്തേണ്ടത്. ദെൻ ഇനിഷ്യൽ പൊസിഷൻ ഒന്നും തന്നിട്ടില്ല. ചിലപ്പോൾ അത് 0 ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സം വാല്യൂ ആകാം. ഞാൻ ഇവിടെ എന്തായാലും x0 എന്നാണ് എടുക്കുന്നത്. നിങ്ങൾ ഇത് ചെയ്തു വന്നിട്ട് ഈ x0 എന്ന് പറയുന്ന ടേം കണ്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇനിഷ്യൽ പോയിന്റ് 0 എന്ന് എടുത്തു ആണെന്ന്, അത്രേ വ്യത്യാസം വരുവുള്ളൂ. ഇവിടെ നമുക്ക് ഇനിഷ്യൽ പൊസിഷൻ ഏതാന്ന് തന്നിട്ടില്ല, ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ വിയുടെ ലിമിറ്റ് ഓക്കെ ആണ്, v0 ടു സം വെലോസിറ്റി v. ഇനിഷ്യൽ പൊസിഷൻ ഏതാണെന്ന് തന്നിട്ടില്ല. അത് വേണമെങ്കിൽ 0 ആകാം, 0 ടു സം x ആകാം. ഞാനിവിടെ x0 എന്നാണ് എടുക്കുന്നത്. ഇന്റഗ്രേറ്റ് ചെയ്ത് ഫൈനൽ ആൻസർ വരുമ്പോൾ ഓപ്ഷനിൽ x0 ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർ ഇനിഷ്യൽ വെലോസിറ്റി 0 എന്ന് എടുത്തു, ഇനിഷ്യൽ പൊസിഷൻ 0 എന്ന് എടുത്തു എന്നാണ്. അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സോ v square by 2 integral v0 to v equal to minus k by m. 1 by x square നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ minus 1 by x, x0 to x. v square minus v0 square by 2 equal to k by m into 1 by x minus 1 by x0. ഈ 2 അപ്പുറം കൊണ്ടുപോയാൽ v square equal to v square minus v0 square equal to 2k by m 1 by x minus 1 by x0. v square equal to v0 square plus 2k by m 1 by x minus 1 by x0. Okay. Then ഞാൻ v0 സ്ക്വയർ പുറത്തെടുക്കുകയാണ്. v0 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് സെക്കൻഡ് ടൈമിൽ v0 സ്ക്വയർ ഇല്ലല്ലോ, അപ്പൊ അത് വെച്ച് ഡിവൈഡ് ചെയ്യണം. 2k by m v0 സ്ക്വയർ ഇൻറ്റു 1 by x minus 1 by x0. v equal to v0 1 plus 2k by m v0 square into 1 by x minus 1 by x0 whole power 1 by 2. ഇതാണ് ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, ചോദിച്ചോ. സർ ഇപ്പോ x0 അല്ല 0 ആണെങ്കിൽ അത് അൺഡിഫൈൻഡ് ആയി പോവില്ലേ? x0 equal to 0 ആണെങ്കിൽ x0 equal to 0 ആണെങ്കിൽ അൺഡിഫൈൻഡ് ആയി പോകും. x0 ഉണ്ടാവുമായിരിക്കും. ഞാനത് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഒരു ലിമിറ്റ് നമുക്ക് ലിമിറ്റ് തന്നിട്ടില്ലെങ്കിൽ
എക്സ് നോട്ട് ഇവിടെ അങ്ങനെ അതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ലല്ലോ. ഇനിഷ്യൽ പൊസിഷൻ എന്താണെന്ന് സംസാരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എക്സ് നോട്ട് 0 ഇടാൻ പറ്റില്ല. എക്സ് നോട്ട് 0 ഇട്ടാൻ ഡിഫറെന്റ് ആയി പോകും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇനിഷ്യൽ പൊസിഷൻ എന്നൊന്നും പറയുന്നില്ല. അപ്പൊ എക്സ് നോട്ട് ഇട്ട് ചെയ്യേണ്ടി വരും ഇവിടെ. ഇനി ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ലിമിറ്റ് എടുക്കുമ്പോൾ ആ ലിമിറ്റ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു എക്സ് നോട്ട് അല്ലെങ്കിൽ വി നോട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓപ്ഷനിൽ അത് അവർ 0 ആക്കി കളയുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 0 ആക്കി കളഞ്ഞാൽ ഇനിഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി 0 എടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തൊരു ക്വസ്റ്റ്യൻ. A force F equal to minus F naught e raised to minus x by lambda acts on particle that is initially at x not equal to 0 and moving with initial velocity v naught. Find the velocity of the particle with respect to x. That's ചോദ്യം. A force F equal to minus F naught e raised to minus x by lambda acts on a particle that is initially at x naught and moving with initial velocity v naught. Find the velocity of the particle with respect to lambda. തന്നെ ചെയ്തൂടെ? ആദ്യം ഒരു ബോഡി വരയ്ക്കുക, അതിൽ അവർ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഫോഴ്സസ് മുഴുവൻ മാർക്ക് ചെയ്യുക. ഇവിടെ ആകെ ഒരേ ഒരു ഫോഴ്സ് അവർ പറയുന്നുള്ളൂ, അത് റിപ്പൽസീവ് ആണ്, മൈനസ് ഉണ്ടല്ലോ. ദെൻ നമ്മൾ കൺസിഡർ ചെയ്യുക ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുവാണ് വിത്ത് സം ഇനിഷ്യൽ വെലോസിറ്റി വി നോട്ട്. ആ ബോഡിയിൽ ഒരു റിപ്പൽസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, എഫ് നോട്ട് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ലാംഡ. ദെൻ ഇനി ചെയ്തുകൂടെ? എഫ് നെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആകെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് റിപ്പൽസീവ് ഫോഴ്സ് ആണ്, മൈനസ് എക്സ് ബൈ ലാംഡ. ഇവിടെ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എഫിനുള്ള ഇക്വേഷൻ എം വി ഡി വി ബൈ ഡി എക്സ് എടുക്കുക. എഫ് നോട്ട് ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ലാംഡ. ചെയ്തിട്ട് ആൻസർ പറഞ്ഞു. ആൻസർ ഇങ്ങനെ കിട്ടും, വി ഈക്വൽ ടു വി നോട്ട് ഇൻറ്റു ചെയ്തോ. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്താൽ മതിയല്ലോ. വി ഡി വി ഈക്വൽ ടു എഫ് നോട്ട് ഡിവൈഡ് ബൈ എം ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ലാംഡ ഡി എക്സ്. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു ആർബിട്രറി വെലോസിറ്റി ആണ്. അപ്പൊ ഇന്റഗ്രലിന്റെ ലിമിറ്റ് വി നോട്ട് ടു വി വരുമല്ലോ. അതിലാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു പർട്ടിക്കുലർ വെലോസിറ്റി കണ്ടെത്താനാണ് ഒരു ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, അപ്പൊ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് വി നോട്ട് ടു വി ഇട്ട് കൊടുക്കണം.
ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ? ഇന്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ ആവും v equal to v naught into 1 plus 2f naught lambda by v naught square m e raised to minus x by lambda minus 1 whole power 1 by 2 എന്ന് കിട്ടും. ഇങ്ങനെ ഒരു ആൻസർ കിട്ടണ്ടോ? അനസ്, ഇങ്ങനെ ആൻസർ എങ്ങനെ കിട്ടുമോ? ഫൈനൽ ആൻസർ ആയോ അനസ്? ഇങ്ങനെ കിട്ടിയോ? ഇത് ചെയ്തു തരണോ ആർക്കെങ്കിലും? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്തൊരു കൺസെപ്റ്റ്, ടെർമിനൽ വെലോസിറ്റി. terminal velocity or saturation velocity. ചോദിച്ചോ? ഇപ്പൊ ചെയ്തല്ലേ ഈ പ്രോബ്ലത്തില് അതിന് 19 പേജ്. അതിൽ നമ്മൾ എസ്റ്റിമേറ്റ് മൈനസ് സൈൻ കൺസിഡർ ചെയ്യണം. മൈനസ് സൈൻ കൺസിഡർ ചെയ്യണം. മൈനസ് സൈൻ കൺസിഡർ ചെയ്താലേ ആൻസർ അങ്ങനെ കിട്ടുള്ളൂ. v square by 2 v naught to some velocity v equal to minus f naught by m e raised to minus x by lambda ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. dx അല്ലേ, minus f naught by m e raised to minus x by lambda divided by minus 1 by lambda. Limit x naught to some x. Initial position 0. Initially at x naught equal to 0. അപ്പോൾ 0 to x. That is f naught. ഞാൻ ഈ മൈനസും ഈ മൈനസും ക്യാൻസൽ ചെയ്തു. f naught lambda by m e raised to minus x by lambda minus 1 കിട്ടും. ആ മൈനസ് കൺസിഡർ ചെയ്താലേ ഇങ്ങനെ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. v square by 2 minus v naught square by 2. ഇതിനെ അപ്പുറം കൊണ്ടുപോയാല് v square minus v naught square equal to 2f naught lambda by m 2f naught lambda by m e raised to x by lambda minus 1. v square equal to v naught square plus 2f naught lambda by m e raised to
മൈനസ് എക്സ് ബൈ ലാംഡ ഇല്ലേ, മൈനസ് എക്സ് ബൈ ലാംഡ മൈനസ് 1. ഇനി ഈ വി നോട്ട് പുറത്തെടുക്കുന്നു, അത്രേ ഉള്ളൂ. വി നോട്ട് സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ 1 പ്ലസ് 2f നോട്ട് ലാംഡ ബൈ എം വി നോട്ട് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ലാംഡ മൈനസ് 1. വി ഈക്വൽ ടു വി നോട്ട്, ഇതിന്റെ അകത്തെ ടൈം ഹോൾ പവർ 1. അവിടെ മൈനസ് എടുക്കണം കേട്ടോ, മൈനസ് എടുക്കാൻ മറന്നു ഇതാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ഒരു പ്രോബ്ലം എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ബോഡി തരും, അതിൽ കുറെ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ബോഡി ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും ബാലൻസ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. ഉദാഹരണത്തിന്, ഒരു ബോഡിയിൽ ഇങ്ങനെ രണ്ട് ഫോഴ്സ് തന്നു, F1 F2, എന്നിട്ട് പറഞ്ഞു ബോഡി റെസ്റ്റിലാന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? F1 ഈക്വൽ ടു F2, F1 F2 ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി ഒരു ബോഡി തന്നു, F1 F2 എന്ന് പറഞ്ഞ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ബോഡി ഈ ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി v എന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ അപ്പൊ എന്ത് ചെയ്യണം? വെലോസിറ്റിയുടെ ഡയറക്ഷനിലുള്ള ഫോഴ്സിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കണം, വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ദെൻ എഫ് നെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? F2 മൈനസ് F1 ആണ്. അങ്ങനെയാണ് ഈ നെഗറ്റീവ് വന്നത്. അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സിന്റെ നെഗറ്റീവ്, അങ്ങനെ രണ്ട് രീതിയിലും ചിന്തിക്കാം. ഒന്നല്ലെങ്കിൽ നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ ഫോഴ്സ് വന്നിരിക്കുന്നത്. സോ നമ്മളിവിടെ മൈനസ് എഫ് നോട്ട് ഇ റേസ് മൈനസ് എക്സ് ബൈ ലാംഡ എന്ന് എടുക്കണം. അല്ലെങ്കിൽ ഇത് റിപ്പൾസീവ് ഫോഴ്സ് ആണെന്നുള്ള രീതിയിലുള്ള മൈനസ് അങ്ങനെയെങ്കിലും എടുക്കണം. രണ്ട് മൈനസ് എടുക്കരുത്. നിങ്ങൾ ഈ ഫോഴ്സ് ഇവിടെ ഇട്ടു, മൈനസ് എഫ് നോട്ട് ഇ റേസ് മൈനസ് എക്സ് ബൈ ലാംഡ എടുത്തിട്ട് മൈനസ് ഓഫ് മൈനസ് പ്ലസ് എടുക്കരുത്, അത് തെറ്റാണ്. ഓക്കെ, ഇവിടെ റിപ്പൾസീവ് ഫോഴ്സ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് കാണിക്കുന്ന മൈനസ് തന്നെയാണ് ഈ മൈനസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വേറെ? ഓക്കെ, അടുത്തത് ടെർമിനൽ വെലോസിറ്റി അല്ലെങ്കിൽ സാച്ചുറേഷൻ വെലോസിറ്റി. ഇതിന്റെ ഡെഫിനിഷൻ ഇതാണ്: വെലോസിറ്റി അറ്റ് വിച്ച് acceleration equal to 0. Velocity at which acceleration equal to 0. That is A equal to 0 or dv by dt equal to 0. Then ആക്സിലറേഷൻ 0 ആവുന്ന പോയിന്റ്, ഇതിന് വേറൊരു ഡെഫിനിഷൻ കൂടിയുണ്ട് ടെർമിനൽ വെലോസിറ്റിക്ക്. വെലോസിറ്റി at which time tends to infinity. നിങ്ങളൊരു പ്രോബ്ലം നോക്കി ടെർമിനൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം നോക്കിയിട്ട് അവിടെ ആക്സിലറേഷൻ ഈക്വൽ ടു 0 ആണോ ടൈം ഈക്വൽ ടു ഇൻഫിനിറ്റി ആണോ കൊടുക്കേണ്ടതെന്ന് നോക്കി ഇട്ട് കൊടുത്താൽ മതി. രണ്ട് ഡെഫിനിഷൻ ഉണ്ട്: വെലോസിറ്റി അറ്റ് വിച്ച് ആക്സിലറേഷൻ ഈക്വൽ ടു 0 ഓർ വെലോസിറ്റി അറ്റ് വിച്ച് ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി, ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്താൽ മതി പ്രോബ്ലത്തിൽ. ഉദാഹരണത്തിന് എക്സാമ്പിൾ, ഒരു വെലോസിറ്റി v of t equal to some constant k into 1 minus e raised to minus k t by m. Then ഇതിന്റെ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ t tends to infinity കൊടുത്താൽ മതി, k into 1 minus e raised to minus infinity. e raised to minus infinity 0 ആണ്, that is answer k ആണ്.
ദെൻ അതിന്റെ പ്രോബ്ലം ചെയ്യാം. A particle of mass m is projected. A particle of mass m is projected vertically upward with initial velocity v naught in a uniform gravitational field in a medium with frictional force minus alpha v. Find the terminal velocity of the body. A particle of mass m is projected vertically upward with initial velocity v naught in a uniform gravitational field. Frictional force minus alpha v. അതായത് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് മൈനസ് ആൽഫ വി. അത് കൂടാതെ ഇതൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ജി താഴത്തോട്ടുണ്ടാവും. Then find the terminal velocity of the body. F net equal to minus alpha v minus fg. ഇവിടെ ഞാൻ ഈ ഡയറക്ഷൻ താഴത്തോട്ട് ഇട്ടതിന് ശേഷം ഇവിടെ മൈനസ് ഇടണ്ട കേട്ടോ, ചിലപ്പോൾ തെറ്റിപ്പോവും. ഈ മൈനസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒപ്പോസിംഗ് ഫോഴ്സ് ആണെന്നാണ്, അത്രേ ഉള്ളൂ. ദെൻ ഡയറക്ഷനിൽ നമ്മൾ ഓൾറെഡി ഒപ്പോസിംഗ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ മൈനസ് ഇടണ്ട. ദെൻ മൈനസ് ആൽഫ വി മൈനസ് എഫ് ജി. എം ഡി വി ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ആൽഫ വി മൈനസ് എഫ് ജി. ഇതിന്റെ ആൻസർ ഭയങ്കര എളുപ്പമാണ്. ആക്സിലറേഷൻ ഇവിടെ 0 ഇട്ട് കൊടുത്താൽ മതി. 0 ഈക്വൽ ടു മൈനസ് ആൽഫ വി മൈനസ് എഫ് ജിക്ക് നമുക്ക് എം ജി എന്ന് കൊടുക്കാമല്ലോ. ദാറ്റ് ഈസ് വി ഈക്വൽ ടു മൈനസ് എം ജി ഡിവൈഡ് ബൈ ആൽഫ എന്ന് കിട്ടും. ഇതാണ് ആൻസർ. That is Vt. Terminal velocity equal to minus mg divided by alpha.
നിങ്ങൾ ആക്സലറേഷൻ ഈക്വൽ 0 ഇവിടെ കുഴപ്പമില്ല. ഉദാഹരണത്തിന് എഴുതണ്ട, ഒരു എഫ് നെറ്റ് ഈക്വൽ ടു എം ജി അങ്ങനെ ഒരു ഫോഴ്സ് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സംതിങ്, ദെൻ എഫ് നെറ്റ് എം ഡി വി ബൈ ഡി ടി ഈക്വൽ ടു എം ജി. പിന്നെ ടെർമിനൽ വെലോസിറ്റി കണ്ടെത്താൻ പറ്റില്ല. അതായത് ഇങ്ങനെ ഒരു കേസ് വരികയും നിങ്ങളോട് ടെർമിനൽ വെലോസിറ്റി ചോദിക്കുകയും ചെയ്താലേ ഇവിടെ ആക്സലറേഷൻ ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കരുത്. കാരണം അത് ശരിയാവില്ല. എം ജി ഈക്വൽ ടു 0 എന്ന് വരില്ലേ, അത് തെറ്റാ. നിങ്ങളത് പ്രോബ്ലത്തിനനുസരിച്ച് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ആക്സലറേഷൻ ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുത്താൽ ടെർമിനൽ വെലോസിറ്റി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വേരിയബിൾ സെപ്പറബിൾ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ടൈമിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കേണ്ടി വരും. അത് ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് അത് എടുക്കേണ്ടത്. നിങ്ങൾക്ക് എപ്പോഴും ഈ ആക്സലറേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ എപ്പോഴും ടെർമിനൽ വെലോസിറ്റി കിട്ടണം എന്നില്ല. ക്വസ്റ്റ്യൻ അനുസരിച്ച് അത് ചെയ്യണം. ചിലപ്പം ഈ കേസിൽ ആക്സലറേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ ടെർമിനൽ വെലോസിറ്റി കിട്ടും. ബട്ട് ഇങ്ങനെ ഒരൊറ്റ ടേം ഒക്കെ വരുന്ന കേസിൽ ആക്സലറേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ പറ്റില്ല. അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിനുശേഷം ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി അത് കൊടുക്കണം. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ, spherical particle of density rho is released from rest inside a liquid medium. Inside a liquid medium of lower density. The viscous drag force is given by Fd equal to 6 pi eta Rv, where eta is the viscosity, R radius, V velocity of the particle, where eta is the viscosity. Find the terminal velocity. ഒരു ബോഡി ഒരു വിസ്കസ് മീഡിയത്തിൽ ഇടുന്നു. അതൊരു വിസ്കസ് മീഡിയം ഒരു വെർട്ടിക്കൽ സിസ്റ്റം ആയിരിക്കും. എന്നാലേ ആ ബോഡി അതിലൂടെ മൂവ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ഒരു ഹൊറിസോണ്ടൽ സിസ്റ്റത്തിൽ ഒരു ബോഡി വെക്കാൻ അങ്ങനെ ചെയ്യില്ലല്ലോ. ഇത്
ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ കോളേജിൽ ചെയ്തിട്ടുള്ളതല്ലേ? ഒരു ഓയിലില് ഒരു സ്പെരിക്കൽ പാർട്ടിക്കിൾ ഇടുന്നു. ആ എക്സ്പെരിമെന്റ് ആണിത്. ഒരു വിസ്കസ് മീഡിയം, അതിലൊരു സ്പെരിക്കൽ പാർട്ടിക്കിൾ ഇടുന്നു. ദെൻ അത് താഴത്തോട്ട് വരും. ആ താഴത്തോട്ട് വരുന്നത് mg മൂലമായിരിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒരു വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടായിരിക്കും 6π∗RV. ദെൻ അവർ ടെർമിനൽ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടെത്താൻ ഭയങ്കര എളുപ്പമല്ലേ? എങ്ങനെ കണ്ടെത്തുക? എഫ് നെറ്റ് ഈക്വൽ ടു ബോഡി താഴത്തോട്ടാണ് മൂവ് ചെയ്യുന്നത്. സോ mg പോസിറ്റീവ്, വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് നെഗറ്റീവ്, -6π∗RV. m dV/dt equal to mg minus 6π∗RV. ടെർമിനൽ വെലോസിറ്റി ആക്സിലറേഷൻ ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കുക. ദെൻ mg minus 6π∗RV എന്ന് കിട്ടും. ദാറ്റ് ഈസ്, ഇത് വെലോസിറ്റി ആണല്ലോ, v ഈക്വൽ ടു mg ഈക്വൽ ടു 6π∗RV എന്ന് കിട്ടും. v ഈക്വൽ ടു mg ഡിവൈഡഡ് ബൈ 6π∗R എന്ന് കിട്ടും. ഇതാണ് ആൻസർ, ടെർമിനൽ വെലോസിറ്റി. Then ഈ ക്വസ്റ്റ്യൻ ഒരു ബി പാർട്ട് ഉണ്ട്. ഫൈൻഡ് Vt of 8m divided by Vt of m. ഇതെങ്ങനെ ചെയ്യും? ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാലേ, Vt കണ്ടെത്തിട്ടുണ്ട്, മാസ് m ഉണ്ട്, g ഉണ്ട്, 6π ഉണ്ട്, ഈറ്റ ഉണ്ട്, r ഉണ്ട്. ഇതിൽ r ഇല്ലേ, ഇതിന് മാസ് ഡിപ്പെൻഡൻസ് ഉണ്ട്. സോ നിങ്ങൾ r-നെ മാസിന്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ റേഷ്യോ എടുക്കണം. അതാണ് ഈ പ്രോബ്ലത്തിന്റെ ഒരു ഇത്. നിങ്ങൾക്കറിയാം, ഡെൻസിറ്റി തന്നിട്ടുണ്ട്, റോ എന്ന ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ദെൻ 4/3πr³ ഇൻറ്റു റോ ആണ് മാസ്. ദാറ്റ് ഈസ് 4/3π റോ. ഇതെല്ലാം കോൺസ്റ്റന്റ്സ് ആണല്ലോ. റോയും കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് അല്ലേ, ഡെൻസിറ്റി റോ കോൺസ്റ്റന്റ് ആണ്. ദെൻ r എന്ന് പറയുന്നത് r ഈസ് പ്രൊപ്പോർഷണൽ ടു സം കോൺസ്റ്റന്റ്. ഞാൻ ഇതിനെ എല്ലാത്തിനെയും ഒരു k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആക്കി എടുത്തു. സം കോൺസ്റ്റന്റ് ഇൻറ്റു r³ ഈക്വൽ ടു m എന്ന് എഴുതാം. ദെൻ r³ ഈക്വൽ ടു m ഡിവൈഡഡ് ബൈ ആ കോൺസ്റ്റന്റ് k, r ഈക്വൽ ടു m/k ഹോൾ പവർ 1/3. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആ പ്രോബ്ലം മനസ്സിലായല്ലോ? അതായത് അവർ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ദ ടെർമിനൽ വെലോസിറ്റി വിത്ത് വേരിയബിൾ മാസ് 8m ഡിവൈഡ് ബൈ m ആയിരുന്നു. നമ്മൾ ടെർമിനൽ വെലോസിറ്റി കണ്ടെത്തി, ഇതിലേക്ക് 8m ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ പ്രശ്നം? ഈ r നമ്മൾ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞെടുത്ത് കട്ട് ചെയ്ത് കളയും ചിലപ്പോൾ. പക്ഷെ ഇവിടെ r-ന് മാസ് ഡിപ്പെൻഡൻസ് ഉണ്ട്, കാരണം നമ്മുടെ ഡെൻസിറ്റി ഒരു കോൺസ്റ്റന്റ് ആണ്. രണ്ടിനും സെയിം റേഡിയസ് ആണെന്ന് പറയുവാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോ r-ന്റെ മാസ് ഡിപ്പെൻഡൻസ് ഇവിടെ എടുക്കണം.
ദെൻ വി ടി ഇൻ ടേംസ് ഓഫ് മാസ് എഴുതുവാണെങ്കിൽ എം ജി ഡിവൈഡ് ബൈ 6 π ഈറ്റ ഇൻറ്റു എം ബൈ കെ ഹോൾ പവർ 1/3. ജി കോൺസ്റ്റന്റ് ആണ്, 6 π കോൺസ്റ്റന്റ് ആണ്, ഈറ്റ കോൺസ്റ്റന്റ് ആണ്, കെ കോൺസ്റ്റന്റ് ആണ്. ഞാൻ അതിനെ എല്ലാത്തിനും കൂടെ സി എന്നങ്ങ് എടുത്തു. എ കോൺസ്റ്റന്റ് സി ഇൻറ്റു എം ഡിവൈഡ് ബൈ എം പവർ 1/3. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് സി ഇൻറ്റു എം പവർ 2/3 കിട്ടും. ഇനി വെലോസിറ്റി ഓഫ് 8m ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് എം എടുക്കാം. വി ടി ഓഫ് 8m ഡിവൈഡ് ബൈ വി ടി ഓഫ് എം which is equal to c into 8m whole power 2/3 divided by c into m power 2/3. c യും c യും കട്ട് ചെയ്തു പോകും. 8 power 2/3 into m power 2/3 divided by m power 2/3. m power 2/3 m power 2/3 കട്ട് ചെയ്തു പോകും. ആൻസർ 8 power 2/3 എന്ന് പറഞ്ഞാൽ 2 ആണ്. വി ടി ഓഫ് 8m ഡിവൈഡ് ബൈ വി ടി ഓഫ് എം എന്നുള്ളത് 2 കിട്ടും. നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയണോ ഏതെങ്കിലും? ഇതൊരു ഇങ്ങനെ ആയിരുന്നില്ല ക്വസ്റ്റ്യൻ ചോദിച്ചത്, പക്ഷെ ഒരു CSIR ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ വെലോസിറ്റി കണ്ടെത്തും, അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചേക്കുന്നത് വെലോസിറ്റി വിത്ത് വേരിയബിൾ മാസ് ആണ്, വി ടി ഓഫ് 8m ഡിവൈഡ് ബൈ വി ടി ഓഫ് എം. അതിൽ ഇങ്ങനെ ഒരു ടേമും ഉണ്ടായിരുന്നു. ഇത് നമ്മൾ വെറുതെ ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ? അല്ല 1 അല്ല, 8 കിട്ടും. ആ 8ഉം ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ 6നെ കൺസിഡർ ചെയ്യാതെ വി ടി ഓഫ് 8m ഡിവൈഡ് ബൈ വി ടി ഓഫ് എം ചെയ്തിരുന്നെങ്കിൽ 8 കിട്ടുമായിരുന്നു. ആ 8 ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ പ്രോബ്ലത്തിന്. ഇത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 8 power 2/3 4 ആണ്. 8 power 2/3 4 ആണ്. 8 power 2/3 8 power 2/3 8 power 1/3 2 അല്ലേ? 2 സ്ക്വയർ 4 കിട്ടും. 8 power 2/3 4 ആണ്. ഓക്കെ, ഇനി ആ ടെർമിനൽ വെലോസിറ്റിനെ കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ടെർമിനൽ വെലോസിറ്റി velocity at which acceleration equal to 0 or time tends to infinity. ഇതിന്റെ ഗ്രാഫ് ഉണ്ട്. ഇതാണ് അതിന്റെ ഗ്രാഫ്. ഇതാണ് ടെർമിനൽ വെലോസിറ്റി. ആക്സിലറേഷൻ 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെലോസിറ്റി യൂണിഫോം ആവുക, ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി വരും. ഒരു ചോദ്യത്തിലെ find the time at which velocity
reaches half its terminal velocity എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചില്ല, അങ്ങനൊരു കൺസെപ്റ്റ് ആവശ്യമുണ്ടായിരുന്നു. Find the time at which velocity reaches half its terminal velocity. ടെർമിനൽ വെലോസിറ്റി എത്തുന്ന ടൈം ഏതാ? t tends to infinity. അപ്പൊ അതിന്റെ ഹാഫ് എത്താൻ ഇൻഫിനിറ്റി ബൈ 2 ഒന്നും അല്ലല്ലോ. ഇതെങ്ങനെ ചെയ്യണം എന്ന് വെച്ചാലേ, find the time at which velocity reaches half its terminal velocity. ഇതെങ്ങനെ ചെയ്യണം എന്ന് വെച്ചാല്, ഇത് എഴുതി വെക്കോട്ടോ, എഴുതണേ. Find the time at which velocity reaches half its terminal velocity. F net എഴുതുക. F net equal to some value m dv by dt equal to some value. Then ഇത് ഇന്റഗ്രേറ്റിംഗ്. വെലോസിറ്റിയുടെ ടേം ഇവിടെ കിട്ടും, v. ഇവിടെ ടൈമിന്റെ ടേമും കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെ ലിമിറ്റ് 0 to vt by 2 എന്ന് കൊടുക്കണം. ഇവിടെ 0 to t എന്ന് കൊടുക്കണം. ദെൻ ഈ കിട്ടുന്ന ടൈം ആയിരിക്കും ടെർമിനൽ വെലോസിറ്റിയുടെ ഹാഫ് എത്താനുള്ള ടൈം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അവർ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹാഫ് ദ ടെർമിനൽ വെലോസിറ്റി എത്താനുള്ള ടൈം കണ്ടെത്താനാണ് അവർ ചോദ്യം ചോദിച്ചത്. ഹാഫ് ദ ടെർമിനൽ വെലോസിറ്റി എത്താനുള്ള ടൈം t tends to infinity ആണ്. ദെൻ അതിന്റെ ഹാഫ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ സാധാ മെത്തേഡ് ചെയ്യുന്ന പോലെ എഫ് നെറ്റ് എഴുതുക, ഫോഴ്സ് എഴുതുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് ഇട്ട് കൊടുക്കുക. 0 to vt by 2, 0 to t. ഇങ്ങനെയാണ് ഇത് കണ്ടെത്തുക. ദെൻ ഈ vt എങ്ങനെ കണ്ടെത്തും? ഈ vt ഇതിൽ നിന്ന് കണ്ടെത്താം. ഇവിടെ dv by dt equal to 0 എന്ന് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അതിൽ നിന്ന് vt കിട്ടും. ദെൻ അത് കഴിഞ്ഞിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിങ്ങനെ ഒന്ന് എഴുതി വെക്കുക. ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ തരാം. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായല്ലോ? നമുക്ക് ടെർമിനൽ വെലോസിറ്റിയുടെ ഹാഫ് വെലോസിറ്റി കിട്ടാനുള്ള ടൈമാണ് കണ്ടെത്തേണ്ടത്. നമുക്കത് ടെർമിനൽ വെലോസിറ്റിന്ന്, അതായത് ടെർമിനൽ വെലോസിറ്റി എത്താനുള്ള ടൈം ഇൻഫിനിറ്റി ആണ്, t tends to infinity ആണ്. അതിന്റെ ഹാഫ് എടുക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സ് എഴുതും, ഇന്റഗ്രേറ്റ് ചെയ്യും, ദെൻ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 0 to vt by 2 ഇട്ട് കൊടുക്കും, 0 to t ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് അത് കണ്ടെത്തുക. ക്വസ്റ്റ്യൻ CSIR ക്വസ്റ്റ്യൻ ആണ്. A spherical particle of a given material of density rho is released from rest inside a liquid medium of lower density. The viscous drag force is given by F d equal to 6 pi eta RV. ഈ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ആട്ടോ.
നമ്മളൊരു ബോഡി ഒരു ലിക്വിഡ് മീഡിയത്തിൽ ഇടുമ്പം നിങ്ങൾ ആ ഓയിലിന്റെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളതല്ലേ? ഒരു ഒരു മീഡിയത്തിൽ ഓയിൽ എടുക്കുന്നു, അതിലേക്കൊരു ചെറിയ സ്പെരിക്കൽ ബോഡി ഇടുന്നു, ദെൻ കുറച്ച് കഴിയുമ്പം ആ ബോഡി ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലേക്ക് എത്തും. ആ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളതല്ലേ? അപ്പൊ അതില് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒപ്പോസിങ് ഫോഴ്സ് ആണ്. ഇവിടെ ബോഡി മൂവ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലമാണ് ബോഡി താഴത്തോട്ട് മൂവ് ചെയ്യുന്നത്. അതിനെ ഒപ്പോസ് ചെയ്യാൻ ഒരു വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് ഉണ്ടാവും. where eta is the viscosity. If tau m is the time taken by particle of mass m to reach half its terminal velocity, then find tau of 8m divided by tau of m. ഇത് പ്രീവിയസ് CSIR ക്വസ്റ്റ്യൻ ആണ്, 2013 ഡിസംബറിൽ ചോദിച്ചതാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പം ഞാൻ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ രണ്ട് കൺസെപ്റ്റും കൂടെ ഇതിൽ ഉപയോഗിക്കണം. ഒന്ന് ഹാഫ് ദ ടെർമിനൽ വെലോസിറ്റിയുടെ ടൈം കണ്ടെത്തണം. അപ്പൊ നിങ്ങൾ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് ടെർമിനൽ വെലോസിറ്റിയുടെ ഹാഫ് ഇട്ട് കൊടുക്കുക, ആ ടൈം കണ്ടെത്തുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മാസ് ഡിപ്പെൻഡന്റ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ ടോ കിട്ടൂലോ, ടോ എം കിട്ടൂലോ, ആ അതില് മാസ് ഡിപ്പെൻഡൻസ് ടേം ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത് രണ്ടും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ആവും. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്തോ, തന്നെ ചെയ്തോ. ഇതുവരെ പറഞ്ഞാൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് ഇല്ലാത്തവർ ഇത് ചെയ്യുക. ആൻസർ കിട്ടിയിട്ട് പറയണേ.
അഞ്ജന അഞ്ജനയില്ലേ? ജിബി ഇവിടെ എഫ് നെറ്റ് എന്ന് പറയോ? എഫ് നെറ്റ് ഈക്വൽ ടു എം ജി മൈനസ് 6 ബൈ 8 RV. ഓക്കെ, ബാക്കി ചെയ്തോ. ടെർമിനൽ വെലോസിറ്റി ഇങ്ങനെയാണ് കിട്ടിയത് ആർക്കെങ്കിലും? ടെർമിനൽ വെലോസിറ്റിയുടെ ഹാഫ് ടൈം ടോയം ബൈ 2, സോറി ബി ബൈ 2. ടെർമിനൽ വെലോസിറ്റിയുടെ ഹാഫ് വെലോസിറ്റി എത്താനുള്ള ടൈം ടോയം, അത് ആർക്കും ഇങ്ങനെയാണ് കിട്ടിയത്? ഇത് ചെയ്യാൻ താമസം.
മുഹ്സിന മൻസൂർ അലി ഇല്ലേ? ഉണ്ടോ? മുഹ്സിന സർ ടോയം കിട്ടിയില്ല. ഇല്ല, കിട്ടിയിട്ടില്ല. ഈ ടോയം എന്താന്ന് മനസ്സിലായില്ലേ? ടോയം ഇതിന് മുമ്പത്തെ പേജ് നിർക്കൂ സർ. ജിബിക്ക് കിട്ടിയില്ല ടോയം. കിട്ടി സർ, കിട്ടി. അതിന്റെ ആൻസർ ഫൈനൽ ആൻസർ കിട്ടിയോ? ടോ 8m ടോയം. ഇല്ല സർ, ഒരു മിനിറ്റ്. ഇങ്ങനെ ചെയ്തു. നമുക്കില്ലേ വരുള്ളൂ. അപ്പുറത്തെ ഇറസ്റ്റ് വരില്ലേ? ഇറസ്റ്റ് ഇൻഫിനിറ്റി എന്താ? എവിടെ? ഇറസ്റ്റ് മൈനസ് ഇൻഫിനിറ്റി 0 അല്ലേ? അല്ലേ? മൈനസ് നമുക്ക് ടൈം ഇൻഫിനിറ്റ് ആക്കാം. ഒരു 0 ആയി. g മൈനസ് 6 ബൈ ഈറ്റ ആർ ബി ടി ബൈ 2 പറഞ്ഞ 0 ആയി. ശില്പ കിട്ടിയ ആൻസർ ടോ 8m ഡിവൈഡ് ബൈ ടോ എം 8 അല്ലേ വരിക? അതാ ഞാൻ പറഞ്ഞത്, മറ്റേ ആ റേഡിയസിന്റെ ഫാക്ടർ ഇവിടെ അഫക്ട് ചെയ്യുന്നു. റേഡിയസിന്റെ ഫാക്ടർ മാസിൽ അഫക്ട് ചെയ്യും, അത് എഴുതണം. 4 ആണ് ആൻസർ. ഈ 8 ഓപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. ഈ ക്വസ്റ്റ്യനെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 8 ഓപ്ഷനിൽ ഉണ്ടാവും. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലാണ്, അതിൽ 8 ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. റേഡിയസിന്റെ മാസ് ഡിപ്പെൻഡൻസ് ഇവിടെ എഴുതണം. റേഡിയസിന്റെ മാസ് ഡിപ്പെൻഡൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 4/3 പൈ ആർ ക്യൂബ് റോ ഈക്വൽ ടു എം എന്ന് എഴുതാം. ദാറ്റ് ഈസ് ആർ ഈസ് പ്രപ്പോർഷണൽ ടു, ഞാൻ ആർ ഈക്വൽ ടു ബാക്കിയുള്ളതിനൊരു കോൺസ്റ്റന്റ് ആക്കി എടുത്തു, കെ എം പവർ 2 1/3 എന്ന് കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Then tau of m equal to m tau of m equal to m divided by 6 pi eta into some constant k into m power 1/3 log 2, that is m power 2/3. ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് കിടന്നോട്ടെ. 6 pi eta k log 2. Then tau of 8m divided by tau of m എന്നുള്ളത് 8m power 2/3 divided by m power 2/3 എന്ന് കിട്ടും. That is answer 4 എന്ന് കിട്ടും. ചോദിച്ചോ. അത് ലോഗ് മൈനസ് ലോഗ് 1/2 എന്നത് എന്താ? ലോഗ് 2 അല്ലേ? ഈ മൈനസിനെ ഇപ്പുറം കൊണ്ട്
log 2. ഓക്കെ, ഇത് മതി. ഇന്നത്തെ അടുത്ത ദിവസം കൺസർവേഷൻ എടുക്കാം, കൺസർവേഷൻ തിയറം എടുക്കാം. ഇന്നത്തെ ഇത് മതി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയുള്ളതൊക്കെ ലീവ് ചെയ്യാം. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, കേൾക്കാവോ?